എറണാകുളം തിരുവാങ്കുളത്തു നിന്ന് കാണാതായ 3 വയസ്സുകാരിയെ കണ്ടെത്താൻ ഒരു നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ രാത്രിയിലും തെരച്ചിൽ നടത്തുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അമ്മയുമായി യാത്ര ചെയ്ത കുട്ടിയെയാണ് കാണാതായത്. ഏറ്റവും ഒടുവിൽ വന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവാങ്കുളത്ത് നിന്നാണ്. ഏതാണ്ട് 3:30-ക്കാണ് അത് നമുക്ക് അത്തരമൊരു CCTV ദൃശ്യം അവിടെ നിന്ന് കണ്ടത്. ഒരുപക്ഷെ പോലീസിന് അതിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തിരുവാങ്കുളത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിലാണ് അവർ വന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവർ അക്കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് KSRTC ബസ്സിനാണോ പ്രൈവറ്റ് ബസ്സിനാണോ ആലുവ ഭാഗത്തേക്ക് പോയത് എന്നറിയില്ല. KSRTCയിൽ പോയി എന്നാണ് അമ്മ പോലീസിനോട് പറയുന്നത്. പക്ഷേ അത് ഇടയ്ക്കത് മൊഴി മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായൊരു മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ അമ്മയ്ക്കും കഴിയുന്നില്ല. ആ യാത്രക്കിടയിൽ എപ്പോഴും ആണ് കുഞ്ഞിനെ നഷ്ടമായതെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3:30-ക്ക് ശേഷമാണ് ഈ സംഭവ പരമ്പരകളാകെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും മണിക്കൂറായി. രാത്രി 11 മണിയോട് അടുക്കുന്നു. ആലുവയിലും പറവൂരിലുമൊക്കെയായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഒക്കെ അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്ക് കൂടി പോലീസ് ഈ വിവരം കൈമാറിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും പോലീസ് ജാഗ്രതയോടെ ഇപ്പോൾ ഈ പറയുന്ന ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ തെരച്ചിൽ നടത്തുകയാണ്. പറവൂരിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് റൂറൽ സിറ്റി വ്യത്യാസമില്ലാതെ മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണ്. പ്രത്യേകിച്ച് ആലുവ, പുത്തൻകുരിശ് ഈ മേഖലയിലാണ് കൂടുതൽ കാര്യക്ഷമമായി തെരച്ചിൽ നടക്കുന്നത്. കാരണം ആ റൂട്ടിലാണ് ഇവർ യാത്ര ചെയ്തതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇനിയിപ്പോൾ അതിലും ഒരു വ്യക്തത വരാനുണ്ട്. അത് അല്പസമയത്തിനകം ഒരു പക്ഷേ അതിൽ കുറെ കൂടി വിവരങ്ങൾ വരുമെന്ന് കരുതാം. പറവൂർ കേന്ദ്രീകരിച്ച് ആലുവ പോലീസിൻ്റെ ഒരു ടീം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന വിവരം വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ പരിശോധനയുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നാട്ടുകാരും ഒക്കെ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ ഈ പരിശോധനയ്ക്ക് ഇപ്പോൾ രംഗത്തുണ്ട്. എല്ലായിടത്തും പോലീസിനൊപ്പം നാട്ടുകാരുമുണ്ട്. ശ്യാം തുടരുന്നു. ശ്യാമ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഈ പറയുന്ന തെരച്ചിൽ വിവിധ ജില്ലകളിലേക്ക് കൂടി, അയൽ ജില്ലകളിലേക്ക്, സമീപ ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു എന്നതാണ് ഒടുവിലത്തെ വിവരം, അല്ലേ? വിജയകുമാർ, ഒരു പുതിയ വിവരം പങ്കുവെക്കാനുള്ളത്, കുട്ടിയെ ആലുവ മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നൊരു മൊഴി ഈ അമ്മ പോലീസിന് നൽകി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ മൂഴിക്കുളം ഭാഗത്ത് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ അമ്മ പറഞ്ഞ മൊഴികൾ വെച്ച് നോക്കുമ്പോൾ ഈ മൊഴിയും എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്ന് പോലീസിന് ഉറപ്പില്ല. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ആലുവയ്ക്ക് സമീപത്താണ് മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ കുട്ടിയെ കാണാതായി, കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നിപ്പോൾ അമ്മ പറയുന്നത്. അതിനിടയിൽ അമൽ ഒരു സുപ്രധാനമായ ഒരു വിവരം പങ്കുവെക്കുന്നു. അത് ആലുവയിലാണ് കുട്ടിയെ കാണാതായതെന്ന് കുട്ടിയുടെ അച്ഛൻ സുമേഷ് ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഈ വിവരവും പോലീസ് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നതും അമ്മ പറഞ്ഞ മൂഴിക്കുളം ഭാഗം എന്നുള്ളതും വെച്ച് കഴിഞ്ഞാൽ ആലുവ ഭാഗത്ത് തന്നെയാണ് കുട്ടിയെ കാണാതായത് എന്നുള്ളൊരു പൊരുത്തത്തിലേക്ക് ഈ രണ്ട് വിവരങ്ങളും എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും മൂഴിക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്താം എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരുപക്ഷെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടാകും. കാരണം കൊച്ചി നഗരം, എറണാകുളം ജില്ലയിലെ റൂറൽ മേഖലകളിലൊക്കെ ഇപ്പോൾ പോലീസിന്റെ തിരച്ചിൽ നടക്കും.